ഉണ്ടാക്കുന്ന കടലക്കറി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. വായോ. തലേദിവസം വെള്ളത്തിലിട്ട് വെച്ച കടല നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിക്കാൻ വയ്ക്കാം. ആ നേരത്തിന് അത് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണയോ എണ്ണ ഏതാണെന്ന് ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1.5 സവാള എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 1 മതി, ചെറുതാണെങ്കിൽ 2 എടുത്താലും നല്ലത്. അതിന് ശേഷം 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. സവാളയൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്, 3 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ച് മൂത്ത് വരട്ടെ. പൊടികൾ പച്ചമണം മാറി മൂത്ത് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഈ അരപ്പിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല വെള്ളത്തോട് കൂടി ഒഴിച്ചു കൊടുത്തു. ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുക. നമുക്കത് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. കടലക്കറി തിളച്ചതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് കുറച്ച് മാറ്റി വയ്ക്കാം. ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം കേട്ടോ. കടലക്കറിക്ക് കൊഴുപ്പ് കിട്ടാനും സ്വാദ് കിട്ടാനും ഈ ഒരു കാര്യം ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. നമുക്ക് ആ അരപ്പ് അരച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിന്ന് കുറച്ച് എടുത്തിട്ടുള്ളൂ. പുട്ടായതുകൊണ്ട് തന്നെ കുറച്ച് ചാറ് ആവശ്യമാണല്ലോ എന്ന് വിചാരിച്ച് വളരെ കുറച്ച് കടലയാണ് അരയ്ക്കാനായിട്ട് എടുത്തുള്ളൂ. നമുക്ക് യോജിപ്പിച്ച് കൊടുത്തേക്കാം. നന്നായി യോജിച്ച് അതൊന്നും കൂടി ചൂടായി വരട്ടെ. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ നേരം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1 ടീസ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 2-3 അല്ലി ഉള്ളി, ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് ചേർത്തു. ഉണക്കമുളക് 3-4 എണ്ണം പൊട്ടിച്ച് ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് കറിവേപ്പില ഇട്ടു. നന്നായി മൂപ്പിച്ചെടുക്കാം. അത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ കടലക്കറി ഞാൻ വെക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. പുട്ടും കടലയാണെന്ന് ഞങ്ങളുടെ സ്പെഷ്യൽ. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണേ. താങ്ക് യു.